ആരോഗ്യവകുപ്പിനെതിരെ വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ച ബിസ്മീറിന്റെ കുടുംബം കാർഡിയോളജിയിലേക്ക് റഫർ ചെയ്തെന്ന് പറയുന്ന വാദം തെറ്റാണ്. ഓക്സിജനും ഇഞ്ചക്ഷനും CPR നൽകിയില്ല. കുടുംബത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പോലും ആരോഗ്യവകുപ്പ് കേട്ടില്ല. സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും കുടുംബം വ്യക്തമാക്കി. ആരോഗ്യരംഗത്തു നിന്നും ഒരു അന്വേഷണം ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വിശ്വാസം പോയ രീതിയിലാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ചോദിച്ചത് CPR കൊടുക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എല്ലാവരും എന്നെയാണ് വിമർശിച്ചത്. ബോധമുള്ള ഒരാൾക്കാണോ CPR കൊടുക്കേണ്ടതെന്ന്. ആ ചെയറിൽ കൊണ്ടിരുത്തുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ബോധം പോവുകയാണ്. ആക്ച്വലി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതായിരുന്നു. അവിടെ പൾസ് നോക്കിയിട്ടില്ല, ECG എടുത്തിട്ടില്ല. ഈ സംവിധാനങ്ങളെല്ലാം CHCയിലില്ലേ? എന്തുകൊണ്ട് ആ ചെയറിൽ നിന്ന് നേരെ ഒരു ബെഡിലോട്ട് കിടത്തിയിട്ട് ഇതൊന്നും നോക്കിയില്ല? പൾസ് നോക്കിയെങ്കിൽ അറിയാതിരിക്കാമല്ലോ. എന്തുകൊണ്ട് പൾസ് നോക്കിയില്ല? എന്തുകൊണ്ട് ECG എടുത്തില്ല? എന്തുകൊണ്ട് CPR കൊടുത്തില്ല? ഇത് തന്നെയാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും ചോദ്യം. ഇത് തന്നെയാണ്. ശ്വാസതടസ്സവുമായിട്ട് പോകുന്ന ഒരാൾക്ക് കൊടുക്കേണ്ടത് ആദ്യം ഓക്സിജൻ അല്ലേ? ഒരു സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ പോലും നെബുലൈസേഷൻ്റെ കൂടെ കൊടുക്കുന്ന ഓക്സിജൻ ഇല്ലേ? അത് കൊടുത്തുകൂടായിരുന്നോ?